നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ കടൽ തീരം കേന്ദ്ര സർക്കാർ തീരെഴുതി കൊടുക്കില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. തീരദേശ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കം. ആയുർവേദ വിദ്യാർത്ഥികൾക്ക് ഗൈനക്കോളജി പരിശീലനമില്ല. സർക്കാർ നിലപാടിനെതിരെ ആയുർവേദ ഡോക്ടർമാർ സമരം തുടങ്ങുന്നു. തകർന്ന പ്ലാസ്റ്റിക് കൂരയ്ക്കടിയിൽ ഒരു കുടുംബം. സന്ധ്യയുടെ കുടുംബത്തിന് വീടൊരുക്കാൻ നാട്ടുകാർ കൈകോർക്കുന്നു. കേരള NGO അസോസിയേഷൻ ജില്ലാ വനിതാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ പുസ്തകോത്സവം 9 മുതൽ 12 വരെ പാലക്കുന്ന് അംബിക സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മോനാച്ച വികസന വിദ്യാ കേന്ദ്രത്തിൽ വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ കടൽ തീരം കേന്ദ്ര സർക്കാർ തീരെഴുതി കൊടുക്കില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പറഞ്ഞു. മീനാകുമാരി കമ്മീഷന്റെ പേരിൽ കള്ളപ്രചരണമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ തീരദേശ യാത്ര കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മീനാകുമാരി കമ്മീഷന്റെ പേരിൽ കള്ളപ്രചരണമാണ് നടക്കുന്നതെന്നും രാജ്യത്തിന്റെ കടൽ തീരം വിദേശ കപ്പലുകൾക്ക് തീരെഴുതി കൊടുക്കില്ലെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പറഞ്ഞു. കടൽ മത്സ്യത്തൊഴിലാളികളുടെ അവകാശമാണ്. അതിൽ കടന്നു കയറാൻ ആരെയും അനുവദിക്കില്ല. വിദേശ കപ്പലുകൾക്ക് മത്സ്യബന്ധനത്തിന് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല, ഇനി നൽകുകയുമില്ല. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. UPA സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് BJP സർക്കാരിന്റെ കാലത്താണ് സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ റിപ്പോർട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചു എന്ന അർത്ഥത്തിലാണ് ചിലർ ഇതിനു മുമ്പ് തീരദേശയാത്ര നടത്തിയത്. തീരദേശ മേഖലയിൽ അശാന്തി ഉണ്ടാക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം നോക്കാതെ മുതൽക്കണ്ണീർ ഒഴുക്കുവാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു. പല പാർട്ടികളുടെയും ആഭിമുഖ്യത്തിൽ തീരദേശങ്ങളിൽ യാത്രകൾ നടന്നിട്ടുണ്ട്. ഇതാദ്യമായിട്ടുള്ള യാത്രയല്ല. ഈ അടുത്ത കാലത്ത് നിരവധി യാത്രകൾ നടന്നു. ചിലരൊക്കെ യാത്ര നടത്തിയത് മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ടിട്ടാണ്. ഇത് കേട്ടാൽ തോന്നുക മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് തോന്നുക. മീനാകുമാരി കമ്മിറ്റിയെ നിയോഗിച്ച ആളുകളാണ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്യുന്നത്. UPA ഗവൺമെന്റാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത്. KV തോമസ് എന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള മന്ത്രി, അദ്ദേഹമാണ് മീനാകുമാരി കമ്മിറ്റിയെ നിയോഗിച്ചത്. അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിക്കാരാണ് ഇപ്പോ മീനാകുമാരി കമ്മിറ്റി ശുപാർശകൾ നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് യാത്ര സംഘടിപ്പിക്കുന്നു, സമരം സംഘടിപ്പിക്കുന്നു, പല പരിപാടികൾ നടത്തുന്നു. ജാഥ ക്യാപ്റ്റൻ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് NP രാധാകൃഷ്ണന് പതാക കൈമാറിയാണ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തത്. സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് V പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി K രജനീഷ് ബാബു, ജില്ലാ പ്രസിഡന്റ് NP പവിത്രൻ, BJP ജില്ലാ പ്രസിഡന്റ് P സുരേഷ് കുമാർ ഷെട്ടി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, ബന്തോടി ഐത്താർ, സുനിൽ മാഹി തുടങ്ങിയവർ സംസാരിച്ചു. ആയുർവേദ വിദ്യാർത്ഥികൾക്ക് ഗൈനക്കോളജി പരിശീലനം നിഷേധിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആയുർവേദ വിദ്യാർത്ഥികൾക്ക് ഗൈനക്കോളജി പരിശീലനം നടത്താനുള്ള ഉത്തരവ് മരവിപ്പിച്ച സർക്കാർ തീരുമാനത്തിനെതിരെ വ്യാപകമായി പ്രതിഷേധിക്കാനാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ തീരുമാനം. യാതൊരു പഠനവും നടക്കാതെയാണ് സർക്കാർ ഈ തീരുമാനം കൈക്കൊണ്ടതെന്ന് നേതാക്കൾ ആരോപിച്ചു. പരിശീലന പരിപാടി പുനഃസ്ഥാപിക്കാൻ സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം നടത്തുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. മെയ് 13 സംസ്ഥാന തലത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കും. ശരിക്കും സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിക്കൽ CCM സിലബസ് പ്രകാരം 4 വർഷം ആയുർവേദ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി 1 വർഷം നിർബന്ധമായി ഔട്ട്സോഴ്സ് ചെയ്യണം. അതിൽ 6 മാസം കോളേജിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റൽസും
പിന്നീടുള്ള 6 മാസം ഇതുപോലെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, റൂറൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മോഡേൺ വിജ്ഞാനം നേടണമെന്നുള്ള ഒരു നിയമം അലോപ്പതി ഡോക്ടേഴ്സിൻ്റെ സംഘടനയായ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന നേതാക്കളായ സുധീർ വിജയൻ, ഷിബിൻ കെ സാമുവൽ, ഡോക്ടർ അഭിലാഷ്, വിഷ്ണു പ്രസാദ്, ഡോക്ടർ അഖിൽ എസ് കുമാർ, റജി ക്രിസ്തുരാജ്, ഡോക്ടർ വിഷ്ണു ദാമോദർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണുള്ളവർ കാണണം സന്ധ്യയുടെ കുടുംബത്തിന്റെ ദുരിത ജീവിതം. തകർന്ന പ്ലാസ്റ്റിക് കൂരയ്ക്കടിയിൽ കഴിയുന്ന കുടുംബത്തിന് വീടൊരുക്കാൻ കാരുണ്യം തേടുകയാണ് നാട്ടുകാർ. കീറിയ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മേൽക്കൂര മറച്ച് രാത്രികളിൽ ഉറങ്ങാൻ പോലും ഭയന്ന് കഴിയുകയാണ് അജാനൂർ കടപ്പുറം ആവിക്കൽ വായനശാല മുക്കിൽ താമസിക്കുന്ന സന്ധ്യയും കുടുംബവും. നിത്യരോഗിയായ ഭർത്താവ് സണ്ണി ജോസഫും 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ സൗമ്യയും അടങ്ങുന്നതാണ് സന്ധ്യയുടെ കുടുംബം. തൊട്ടടുത്ത അംഗൻവാടിയിൽ തൂപ്പുവേല ചെയ്തു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് സന്ധ്യ മകളെ പഠിപ്പിക്കുന്നതും ജീവിതം തള്ളി നീക്കുന്നതും. ഓലമേഞ്ഞതായിരുന്നു ഇവരുടെ കൂര. കാറ്റിലും മഴയിലും മേൽക്കൂര തകർന്നു. ഓലമേയാൻ ഗതിയില്ലാത്തതിനാലാണ് ഓലയുടെ സ്ഥാനത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയത്. ഇക്കഴിഞ്ഞ വേനൽ മഴയിലും കാറ്റിലും ആകെയുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കൂരയും തകർന്നതോടെ അയൽ വീടുകളിലെ വരാന്തകളിൽ അഭയം പ്രാപിക്കുകയാണ് ഈ കുടുംബം. ഞാൻ ഒരു മാസം 3500 രൂപയുള്ളൂ. എൻ്റെ ഭർത്താവിന് സുഖമില്ല. പിന്നെ എനിക്കിപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത്രയും ആയിട്ടു. പിന്നെ ആ ഓപ്പറേഷൻ എനിക്ക് മരുന്ന് മേടിക്കണം. എനിക്ക് കിട്ടുന്ന ആകെ 3500 രൂപയും കൊണ്ട് എൻ്റെ മോളെ പഠിത്തം നോക്കണം. ഓള് ഡിഗ്രിക്ക് പഠിക്കുന്നു. പിന്നെ എൻ്റെ അനിയത്തിലും മോനുണ്ട്. ഓനിങ്ങനെ ഞാൻ പഠിപ്പിക്കണം. ഓനിക്കും ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ട്. അതിപ്പോൾ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ വീട്ടു ചെലവും എല്ലാം ഈ ഒരു വരുമാനത്തോടാണ് നമ്മൾ ഈ ഒരു കുടുംബം ജീവിക്കുന്നത്. ഭർത്താവിന് ഇങ്ങനെ മാനസികമായിട്ടുള്ള ഒരു തകരാറുണ്ട്. പിന്നെ വീടുമില്ല. പിന്നെ ആങ്ങളൻ്റെ വീട് കിട്ടിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അത് നിൽക്കാനില്ലെങ്കിൽ പിന്നെ പെരുവഴി തന്നെ മോളെയും കൊണ്ട് പോകേണ്ടത്. ഇവരുടെ ദയനീയാവസ്ഥ കണ്ട് നാട്ടുകാർ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പല രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളൊക്കെ ഇത് അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പറയുവാനുള്ളത് പൊതുജനങ്ങളോട്, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകൾ എല്ലാവരോടും പറയാനുള്ളത്, ഈ പാവപ്പെട്ട കുടുംബത്തിന് അന്തി ഉറങ്ങാൻ, വിശാലമായ കൊട്ടാരകാര്യമൊന്നുമല്ല, അന്തി ഉറങ്ങാൻ ഈ 2 മക്കൾക്കും, അനിയത്തിന്റെ മകൻ അടക്കമുള്ള ഈ 2 മക്കൾക്കും സന്ധ്യക്കും ഭർത്താവിനും സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കണം. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അത്യാവശ്യമാണ്. ഒരു 5-6 ലക്ഷം രൂപയെങ്കിലും സ്വരൂപിച്ച് അവർക്ക് ചെറിയൊരു വീടുണ്ടാക്കി കൊടുക്കണമാണ് ഞങ്ങൾ ഈ കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. ഈ കമ്മിറ്റിയുടെ വിജയം പൊതുജനങ്ങളെ അർപ്പിച്ചിരിക്കുകയാണ്. എ ഹമീദാജി ചെയർമാനും കെ അശോകൻ കൺവീനറുമായ സന്ധ്യാഭവന നിർമ്മാണ കമ്മിറ്റി ഇന്ത്യൻ ബാങ്കിന്റെ കാഞ്ഞങ്ങാട് ശാഖയിൽ തുടങ്ങിയിട്ടുണ്ട്. സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം പൂവണിയാൻ കരുണ പറ്റാത്തവരുടെ കനിവ് തേടുകയാണ് ഈ കുടുംബം. അജാനൂർ കടപ്പുറത്തു നിന്നും ക്യാമറമാൻ വിമലിനോടൊപ്പം റൈഫ എ.കെ. കേരള NGO അസോസിയേഷൻ ജില്ലാ വനിതാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം സി ലക്ഷ്മിക്ക് യാത്രയയപ്പ് നൽകി. കേരള NGO അസോസിയേഷൻ ജില്ലാ വനിതാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷന്റെ വനിതാ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീ ശാക്തീകരണ രംഗത്ത് കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളിത് പരിശോധിച്ച് നോക്കിയാൽ ഒരു 10 വർഷങ്ങൾക്കപ്പുറം നമ്മളിന്ന് കടന്നു ചെന്നാൽ ഇന്ന് നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇത് സമസ്ത മേഖലകളിലും വനിതകളാണ് എല്ലാ കാര്യങ്ങളിലും വളരെ സുതാര്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ജില്ലാ കൺവീനർ SM രജനി അധ്യക്ഷയായി. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി പ്രേമവല്ലി, വനിതാ ഫോറം സംസ്ഥാന കൺവീനർ ഗിരിജ ജോജി, ഇ മീനാകുമാരി, പി വത്സല, MT പ്രസീദ, സംസ്ഥാന വനിതാ ഫോറം ജോയിന്റ് കൺവീനർ കെ അസ്മ, OT സൽമത്ത്, കെ ശൈലജ കുമാരി എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന സി ലക്ഷ്മിക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. NGO അസോസിയേഷൻ നേതാക്കളായ PV രമേശൻ, AV രാജഗോപാലൻ, P ദാമോദരൻ, KC സുജിത് കുമാർ, KV ഭക്തവത്സലൻ, MP കുഞ്ഞിമൊയ്തീൻ, VV സുകുമാരൻ, സുരേഷ് പെരിയങ്ങാനം എന്നിവർ സംസാരിച്ചു. നേപ്പാൾ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളുമായി അസർ അലി ജന്മനാട്ടിൽ തിരിച്ചെത്തി.
അസർ അലി തിരിച്ചുവന്നതിന്റെ ആഹ്ലാദത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും. ഭൂകമ്പം എന്ന മഹാദുരന്തം പാടെ പിഴുതെറിഞ്ഞ നേപ്പാളിന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചുവരിക എന്നത് ദേളി ഉലൂജിയിലെ അസർ അലിയെ സംബന്ധിച്ചിടത്തോളം വെറും സ്വപ്നം മാത്രമായിരുന്നു. ആരുമായും ബന്ധപ്പെടാൻ സാധിക്കാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ദുരിതക്കയത്തിലകപ്പെട്ട നാളുകൾ. ഈ ദിനങ്ങളെത്രയും പ്രാർത്ഥനയും കണ്ണീരും പ്രതീക്ഷയുമായി കഴിയുകയായിരുന്നു നാട്. കഴിഞ്ഞ മാസം 22-നാണ് അസർ അലി ഉൾപ്പെടെ 6-അംഗ സംഘം ജോലി ചെയ്യുന്ന ദുബായിൽ നിന്നും നേപ്പാളിലേക്ക് വിനോദയാത്ര പോയത്. നേപ്പാളിലെത്തിയതിൻ്റെ 3-ാം നാൾ ലോകത്തെ നടുക്കിയ ഭൂകമ്പം ഉണ്ടായി. പിന്നീട് അസർ അലിയെയും കൂട്ടുകാരെയും ബന്ധപ്പെടാൻ പറ്റാതായതോടെ വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ ആശങ്കയിലായി. ഒടുവിൽ തങ്ങൾ സുരക്ഷിതരാണെന്ന അസർ അലിയുടെ ഫോൺ വിളി എത്തിയതോടെ എല്ലാവരും ആഹ്ലാദത്തിലായി. തുടർന്ന് നേപ്പാളിൽ നിന്നും ദുബായിലേക്ക് തിരിച്ചുപോയ അസർ അലി കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ മംഗലാപുരം വിമാനത്താവളത്തിലെത്തിയ അസർ അലി മംഗലാപുരത്തെ ബന്ധുവീടുകൾ സന്ദർശിച്ച ശേഷം രാത്രി വൈകിയാണ് ദേളി ഉലൂജിയിലെ വീട്ടിലെത്തിയത്. നേപ്പാളിലെ ദുരന്തത്തെക്കുറിച്ചും അവിടെ അനുഭവിച്ച ദുരിതത്തെക്കുറിച്ചും പറയുമ്പോൾ അസർ അലിയുടെ വാക്കുകൾ ഇപ്പോഴും ഇടറുന്നു. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വെരി താങ്ക്ഫുൾ ഞങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റിയതിൽ, ഒരു ഇഞ്ചുറി ഒന്നും പറ്റാണ്ട്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര മോശമാണ്. ഓൾമോസ്റ്റ് ഞങ്ങളുണ്ടായിരുന്ന ആ ഏരിയ സിന്ധുപാൽ ചോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ ഓൾമോസ്റ്റ് 80% വില്ലേജ് ഡിസ്ട്രോയ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ കിടക്കാൻ ഒരു സ്ഥലമില്ല, കഴിക്കാൻ ഭക്ഷണം ബുദ്ധിമുട്ടാണ്. അപ്പം അവിടുന്ന് നമ്മൾ ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സിനെ അവരെ ഈ പ്രയത്നത്തിൽ തന്നെ തിരിച്ചെത്താൻ പറ്റി എത്രയും പെട്ടെന്ന്. 3 ദിവസം നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ആയിപ്പോയി, എന്നാലും ഇന്ന് തിരിച്ചെത്താൻ പറ്റിയ വലിയ ഒരു ഭാഗ്യമാണ്. പിന്നെ അവിടുത്തെ അവസ്ഥ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോഴും ഞങ്ങൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവരെ ആ റിസോർട്ടിലെ ആൾക്കാരായിട്ട്. ഇപ്പോഴും അവിടെ ട്രെമേഴ്സും എർത്ത്ക്വേക്കും കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഒരിക്കലും ഒരു സ്റ്റേബിളായൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല നേപ്പാൾ. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഹെൽപ്പ് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്ന് ഞങ്ങളിപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അസറിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചരിത്രം പിന്നാമ്പുറത്തേക്ക് തള്ളിയ മഹാപണ്ഡിതന് സമർപ്പണവുമായി ജന്മനാട് നാടകമൊരുക്കുന്നു. കൂർമൽ എഴുത്തച്ഛന്റെ ചരിത്രം നാടകമാക്കുകയാണ് അജാനൂരിലെ പടിഞ്ഞാറേക്കരയിലെ ജ്യോതി ക്ലബ് പ്രവർത്തകർ. നാങ്കളെ കൊത്തിയാലും ചോരേലെ ചുവരേ, നീങ്കളെ കൊത്തിയാലും ചോരേലെ ചുവരേ. പൊട്ടന്തെയ്യത്തിന്റെ തോറ്റമ്പാട്ടിലൂടെ ഒരു ജനതയെ ഉണർത്തിയ പണ്ഡിതന് സമർപ്പണമായി നാടകമൊരുക്കുകയാണ് പടിഞ്ഞാറക്കര ജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകർ. കൂർമലെഴുത്തച്ഛന്റെ ജന്മനാടായ പടിഞ്ഞാറക്കരയിലെ 100-ലധികം പേർ നാടകത്തിന്റെ പിന്നണിയിൽ അണിനിരക്കുന്നുണ്ട്. പൊട്ടന്തെയ്യത്തിന്റെ തോറ്റമ്പാട്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചപ്പോഴും കൂർമലെഴുത്തച്ഛന്റെ പേരും ജീവിതവും ഉത്തര കേരളത്തിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു. നാങ്കളെ കൊത്തിയാലും ചോരയിലെ ചൊവ്വറേ, നീങ്കളെ കൊത്തിയാലും ചോരയിലെ ചൊവ്വറേ എന്ന പൊട്ടന്തെയ്യത്തിന്റെ തോറ്റം അയിത്തത്തിനും അനാചാരത്തിനുമെതിരെയുള്ള ആദ്യ ശബ്ദമായി മാറുകയായിരുന്നു. 300-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ച കൂർമൽ എഴുത്തച്ഛൻ, ഈ നാടിൻ്റെ സ്വന്തം, ഈ പടിഞ്ഞാറക്കരയുടെ സ്വന്തം എന്ന് തന്നെ പറയാവുന്ന വളരെ ഈ പ്രസിദ്ധരായ പൊട്ടന്തെയ്യത്തിൻ്റെ തോറ്റം എഴുതി എന്ന രീതിയിൽ വളരെയധികം പ്രശസ്തരായ ഈ വ്യക്തിയെ ഇവിടെ ജീവിതത്തിൻ്റെ ഏടുകളിൽ അന്നത്തെ കാലഘട്ടത്തിൻ്റെ രീതികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഉദ്ഘാടന ദിവസം ഇവിടെ നടത്താൻ പോകുന്നത്. ഇതിനകത്ത് ഒരു നാട്ടിൻ്റെ ആൾക്കാരുടെ മൊത്തം ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു പുതിയ രീതിയിൽ, അതായത് നാട്ടുകാർ മുഴുവൻ പങ്കെടുത്തും കൊണ്ടുള്ള, മുഴുവൻ എന്ന് വെച്ചാൽ പ്രത്യക്ഷമായിട്ട് തന്നെ സ്റ്റേജിലും മറ്റ് ഇതിനും 100-ൽ മേലെ ആളുകളും ബാക്കി നാട്ടുകാർ മുഴുവൻ അതിൻ്റെ പിന്നിലും ചേർന്ന് കുറേ 1-2 മാസങ്ങളെടുത്ത് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമാണ് ആദ്യമായിട്ട് നടത്താൻ പോകുന്നത്. കൂർമലെഴുത്തച്ഛന്റെ ജീവിതത്തിലെ അറിയപ്പെടാത്ത ഏടുകളിലേക്കാണ് നാടകം യാത്ര ചെയ്യുന്നത്. അരങ്ങിൽ മാത്രം ഒതുങ്ങാതെ സദസ്സിനിടയിലും തൊട്ടടുത്ത് കെട്ടിയുയർത്തിയ ഏറുമാടത്തിലുമായി അരങ്ങൊരുക്കിയാണ് നാടകം അവതരിപ്പിക്കുന്നത്. മലയാളികൾക്ക് അന്നത്തെയും ഇന്നത്തെയും മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കീഴാള ജനതയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ തോറ്റം, അതാണ് പൊട്ടൻ തോറ്റം എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കുകയും അത് കൃത്യമായിട്ട് നമ്മൾ വിപ്ലവം
എന്ത് പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളായാലും ഏത് പ്രസ്ഥാനങ്ങളായാലും പുതിയ വിപ്ലവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉയർത്തി കാണിക്കുന്ന പൊട്ടൻ തെയ്യമാണ്, അതിന് പൊട്ടൻ തോറ്റമാണ്. ആ പൊട്ടൻ തെയ്യത്തിൻ്റെ ഉപജ്ഞാതാവാണ് ശ്രീ കൂർമ്മ എഴുത്തച്ഛൻ. അദ്ദേഹത്തെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആധാരപ്പെടുത്തി നമ്മൾക്ക് കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നാടകമാണിത്. യുവജനോത്സവ നാടകവേദിയുടെ പേരെടുത്ത ഉദയൻ കുന്നക്കുഴിയാണ് നാടകം സംവിധാനം ചെയ്യുന്നത്. ഒരു സാധാരണ വേദി എന്നുള്ളതിനപ്പുറം ഒരു തുറന്ന വേദിയും അതിൻ്റെ പുറത്ത് ഉള്ള ഗ്രൗണ്ടിൻ്റെ പകുതി ഭാഗം ഉപയോഗിച്ചുകൊണ്ട് ഏറുമാടവും കുടിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പാലവും കണ്ടവും ഒക്കെ നട്ട് കയറാനുള്ള കണ്ടവും അടക്കം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു നാടിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്, അങ്ങനെ വേണമെന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ ഈ നാടകത്തിന് പിന്നീടുള്ള ഭാഗങ്ങൾ നടന്നത്. തീർച്ചയായിട്ടും ഇതൊരു നാടിൻ്റെ നാടകം, ഒരു നാടകം കളിക്കുന്നു. അതുതന്നെയാണ് എൻ്റെ ഒരു ടൈറ്റിലും അതിൻ്റെ ഒരു സുഖം. ഒരു നാടകം കളിക്കുകയാണ്. നാട്ടുകാരിലെ ചെറിയ 3 വയസ്സ് മുതലുള്ള 10-50 വയസ്സോളം പ്രായം വരുന്ന ആളുകളൊക്കെ ചേർന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ പഴയ കാര്യം ഒന്ന് പുറത്ത് അറിയിക്കുക എന്നുള്ളതാണ്. അത് കീഴാള ജനതയെ ഉദ്ധരിച്ചിടുവാൻ ഊഴിയിൽ ഭൂജാതന അങ്ങു പിറന്നൊരീ മണ്ണിൽ പിറന്നവൻ അങ്ങു നടന്ന വഴിയെ നടക്കുവോ സർഗസത്യങ്ങളെ സാക്ഷാത്കരിക്കുവാൻ. പത്മനാഭൻ പ്ലാത്തൂർ രചിച്ച നാടകത്തിന് ഗാനരചന മുരളിമടിയനും സംഗീത സംവിധായകൻ പ്രമോദ് പി നായരുമാണ് നിർവഹിക്കുന്നത്. കഴിഞ്ഞ 1 മാസക്കാലമായി പടിഞ്ഞാറക്കരയിലെ രാവുകൾ നാടക ക്യാമ്പിനാൽ സജീവമാണ്. നാടൊന്നാകെ ക്യാമ്പ് കാണാനും പങ്കാളികളാവാനും എത്തുന്നുണ്ട്. പടിഞ്ഞാറക്കര ജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിക്കുന്ന മെയ് 13 രാത്രിയിലാണ് കൂർമ്മലെഴുത്തച്ഛൻ നാടകം അരങ്ങേറുന്നത്. മോനാച്ച വികസന വിദ്യാകേന്ദ്രം, കാർത്തിക സെറ്റ്സ് എന്നിവയുടെ നേതൃത്വത്തിൽ തൊഴിൽ പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് DDTP സഹകരണത്തോടെയാണ് പരിശീലനം പൂർത്തിയാക്കിയത്. മോനാച്ച വികസന വിദ്യാകേന്ദ്രം, കാർത്തിക സെറ്റ്സ്, സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് DDTP എന്നിവയുടെ സഹകരണത്തോടെയാണ് തൊഴിൽ പരിശീലനങ്ങൾ നടന്നത്. തയ്യൽ പരിശീലനം, കുടനിർമ്മാണം, ആഭരണ നിർമ്മാണം എന്നിവയിൽ പരിശീലനം നടന്നിരുന്നു. സർട്ടിഫിക്കറ്റ് വിതരണം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴ്ന്നൂരടി നിർവഹിച്ചു. നിത്യാനന്ദ പോളിടെക്നിക്കിന് ഒരു സബ് സെന്റർ എന്നുള്ള രീതിയിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കും. അതിനുശേഷം കഴിഞ്ഞ 10-12 വർഷക്കാലമായി സെറ്റ്സ് എന്ന സ്ഥാപനമാണ് ഇതിന്റെ ഒരു ഔദ്യോഗിക ഏജൻസിയായി ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. സെറ്റ്സ് ഈ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി പുറത്തുമായി വിവിധ സന്നദ്ധ സംഘടനകളുടെയും ഇതുപോലെ സാക്ഷരതാ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ജനവിദ്യാകേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ ഏകദേശം ഒരു 1000കണക്കിന് ആളുകൾക്ക് വിവിധ രീതിയിലുള്ള തൊഴിൽ പരിശീലനം നൽകുകയുണ്ടായി. വീണ്ടും 3 രീതിയിലുള്ള തൊഴിൽ പരിശീലനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് തയ്യൽ പരിശീലനം, അതുപോലെ തന്നെ അമ്പല നിർമ്മാണം, അതുപോലെ തന്നെ ആഭരണ നിർമ്മാണം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജാനകിക്കുട്ടി അധ്യക്ഷയായി. കൗൺസിലർമാരായ സി ശ്യാമള, കുഞ്ഞിക്കണ്ണൻ, മോഹനൻ മാങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. വികസന വിദ്യാകേന്ദ്രം പ്രേരക് ആയിഷ മുഹമ്മദ് സ്വാഗതവും പ്രീത നെല്ലിക്കാട്ട് നന്ദിയും പറഞ്ഞു. അമ്പങ്ങാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അവയവദാന സമ്മതപത്രം കൈമാറി. പെരിയാരം മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അമ്പങ്ങാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 20ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. വാർഷികത്തോടനുബന്ധിച്ച് പെരിയാരം മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പും അവയവദാന സമ്മതപത്ര കൈമാറ്റ ചടങ്ങും നടന്നു. പരിപാടിയിൽ 25ഓളം ക്ലബ് അംഗങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് അവയവദാന സമ്മതപത്രം നൽകി. പരിയാരം മെഡിക്കൽ കോളേജ് ഡയറക്ടർ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ AP അശോകൻ അധ്യക്ഷനായി.
ക്ലബ് സെക്രട്ടറി AP ശിവപ്രസാദ്, പഞ്ചായത്ത് മെമ്പർ P പത്മിനി, R പ്രജിത്ത്, KM കുഞ്ഞിരാമൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ മടിക്കൈ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് ധർണ. മടിക്കൈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധ സമരം നടത്തിയത്. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് DV ബാലകൃഷ്ണൻ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് A നാരായണൻ അധ്യക്ഷനായി. ആലയി ചന്ദ്രൻ, M രവി, മൊയ്തീൻ കുഞ്ഞി, KP നാരായണൻ, C അംബിക, KT രഞ്ജിനി, KT പ്രീതി എന്നിവർ സംസാരിച്ചു. ചെറുവത്തൂർ റെയിൽവേ കുളം ശുചീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് ചെറുവത്തൂരിലെ വ്യാപാര കൂട്ടായ്മ. ചെറുവത്തൂർ വ്യാപാര ഭവനിൽ നടന്ന വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് വാർഷിക സമ്മേളനമാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആഭ്യന്തര വ്യവസായികൾക്ക് മാത്രമല്ല ഈ സമൂഹത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് ജീവകാരുണ്യ, ആരോഗ്യ, വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലകൾക്ക് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിൽ 14 ജില്ലകളിലും ഒരു മഹത്തായ സംഘടനയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഉദാത്തമായ ഒരു തെളിവാണ് നമ്മുടെ ചെറുവത്തൂർ യൂണിറ്റിലെ വ്യാപാരി സേവന സമിതി നടത്തിയ പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ 2 വർഷക്കാലം നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതായി നമ്മുടെ പ്രവർത്തന റിപ്പോർട്ട് വായിച്ചു. ചെറുവത്തൂർ ടെസ്റ്റ് പ്രോഗ്രാം നടത്തും. വളരെ ശ്രദ്ധേയമായ രീതിയിൽ ദിവസങ്ങളോളം കാസർഗോഡ് ജില്ലയിൽ തന്നെ വളരെ മാതൃകാപരമായ രീതിയിൽ വ്യാപാരി മടിക്കൈ കീക്കാങ്കോട് യുവജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 30ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. യുവജ്വലനം സംഘടിപ്പിച്ചു. കീക്കാങ്കോട് യുവജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 30ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വളയിട്ട കൈകൾ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ C അംബിക അധ്യക്ഷയായി. വാർഡംഗം VV നളിനി, അഡ്വക്കേറ്റ് LC ജോർജ്, ബേബി ബാലകൃഷ്ണൻ, M കാർത്തിയായനി, സുനിമോൾ ബളാൽ തുടങ്ങിയവർ സംസാരിച്ചു. രാഗി സതീശൻ സ്വാഗതവും ആതിര ശശിധരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വനിതാ കമ്പവലി അരങ്ങേറി. റെഡ് സ്റ്റാർ കാരമ്മൽ 1ാം സ്ഥാനവും ടൗൺ ടീം മാലക്കല്ല് 2ാം സ്ഥാനവും നേടി. ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി ഒരുക്കുന്ന പുസ്തകോത്സവം 9 മുതൽ 12 വരെ തീയതികളിൽ നടക്കും. പാലക്കുന്ന് അംബിക ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന പുസ്തകോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവം 9 മുതൽ 12 വരെ പാലക്കുന്നിൽ നടക്കും. ഉറൂബ് ജന്മശതാബ്ദി സെമിനാർ, ഉത്തര കേരള നാടകോത്സവം, കവിതാലാപന സദസ്സ്, ഗ്രന്ഥശാല പ്രവർത്തക സംഗമം, ചാക്യാർകൂത്ത്, ആദരവേദി, പുസ്തക പ്രകാശനം എന്നിവ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടക്കും. 9ാം തീയതി വൈകുന്നേരം പ്രശസ്ത ചലച്ചിത്ര നടനും സംവിധായകനുമായ P ശ്രീകുമാർ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ P ശ്രീകുമാർ, മാധ്യമപ്രവർത്തകരായ പ്രമോദ് രാമൻ, രത്നാകരൻ മാങ്ങാട്, ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുകുട്ടൻ എന്നിവരെ ആദരിക്കും. തുടർന്ന് നടക്കുന്ന ഉത്തര കേരള നാടകോത്സവം രാജ്മോഹൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്യും. 10ാം തീയതി രാവിലെ ഉറൂബ് ജന്മശതാബ്ദി സെമിനാർ സംഘടിപ്പിക്കും. KP രമണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. EP രാജഗോപാലൻ, ഡോക്ടർ C ബാലൻ, KA ഗഫൂർ തുടങ്ങി നിരവധി പേർ സെമിനാറിൽ സംബന്ധിക്കും. 11ാം തീയതി രാവിലെ നടക്കുന്ന ഗ്രന്ഥശാല പ്രവർത്തക സംഗമം ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുകുട്ടൻ ഉദ്ഘാടനം ചെയ്യും. PK ബൈജു, KS രാജേഷ്, T രാജൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും. 11ാം തീയതി വൈകുന്നേരം ചാക്യാർകൂത്തും പിന്നീട് നാടകവും അരങ്ങേറും. 12ാം തീയതി രാവിലെ നടക്കുന്ന കവിതാലാപന വേദി CM വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 4 ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തകോത്സവത്തിൽ നിരവധി പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ ജില്ലയിലെ അംഗ ഗ്രന്ഥശാലകൾക്ക് പുസ്തകം വാങ്ങിക്കാൻ, എല്ലാ ബുക്ക് സ്റ്റാളുകളുടെയും പുസ്തകങ്ങൾ ഒന്നിച്ച് ഒരേ സമയത്ത് വാങ്ങിക്കാൻ സൗകര്യമൊരുക്കാൻ വേണ്ടി ഒരു പുസ്തകോത്സവം നടത്താറുണ്ട്. മെയ് 9, 10, 11, 12 തീയതികളിൽ പാലക്കുന്ന് അംബിക ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലാണ് ഈ വർഷത്തെ പുസ്തകോത്സവം നടക്കുന്നത്. നടൻ P ശ്രീകുമാർ 9ാം തീയതി വൈകുന്നേരം 4 മണിക്ക് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. പുതുമായ MLA K കുഞ്ഞിരാമൻ ഇതിൽ അധ്യക്ഷത വഹിക്കും. ദേശാഭിമാനി വാരിക പത്രാധിപർ KP മോഹൻ ആണ് ഈ ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതിഥി. PVK പനയാൽ, ഡോക്ടർ P പ്രഭാകരൻ, P ദാമോദരൻ, T രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. അശരണർക്കും ആലംബഹീനർക്കും കൈത്താങ്ങാവാൻ CPM വെള്ളച്ചാൽ തെക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ഘടകം രൂപീകരിച്ചു. ആദ്യ സംരംഭത്തിന് തുടക്കമിട്ടു.
വെള്ളച്ചാൽ തെക്കിലെ PV ശാന്തയുടെ വീട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാണ് CPM പ്രവർത്തകർ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഒറ്റക്ക് സഹായിക്കുമ്പോൾ നമുക്ക് പരിമിതിയുണ്ട്. നമ്മുടെ ഒരു വരുമാനവും നമ്മുടെ ദുരിതങ്ങൾക്കുമിടയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്ന സഹായത്തിന്. പക്ഷെ എല്ലാവരുടെയും കൂടി സഹായം ഒന്നിച്ച് ചേർക്കാൻ വേണ്ടി കഴിയുമ്പോൾ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെയാ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടിക്ക് 25 ലക്ഷം റുപ്യ വേണമെന്ന് തീരുമാനിച്ചപ്പോൾ നമുക്കത് നാട്ടുകാരിൽ നിന്ന് പിരിച്ചുണ്ടാക്കാൻ വേണ്ടി കഴിയും. അത്രയും വലിയ ഇടപെടൽ. അതുപോലെ ഏത് ആപത്ഘട്ടത്തിലും ഈ നാട്ടിനകത്ത് ജാതി നോക്കാതെ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ്. വമ്പിച്ച മാറ്റമാണ് അതുവഴി നമ്മുടെ നാട്ടിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ ആ നിലയിൽ ഇന്ന് നമ്മുടെ നാട്ടിനകത്ത് അനിവാര്യമായിട്ടുള്ള സംഘബോധത്തെ, സഹാനുഭൂതിയെ, പരസ്പരമുള്ള കാരുണ്യവും സ്നേഹവും സാഹോദര്യവും എല്ലാം നിലനിർത്താൻ കഴിയുന്ന മനുഷ്യബന്ധങ്ങളെ, മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ വെറും പൈസയുടെ ബന്ധമല്ല, അതിനപ്പുറത്ത് ഹോസ്ദുർഗ കൊവ്വൽ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനം. നൂറുകണക്കിന് ഭക്തജനങ്ങൾ അനുഗ്രഹം തേടിയെത്തി. ഹോസ്ദുർഗ് കൊവ്വൽ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു. കളിക്കപ്പാട്ട്, കലശം എഴുന്നള്ളത്ത് ചടങ്ങുകളും നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. അന്നദാനവും നടന്നു. കൊളവയൽ അടിമയിൽ ശ്രീ ശാക്തേയ ദേവി ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടന്നു. 4 ദിവസങ്ങളിലായി നടക്കുന്ന കൊളവയൽ അടിമയിൽ ശാക്തേയ ദേവി ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് ലക്ഷ്മി പൂജ, ദീപാരാധന, ശാക്തേയ പൂജയും നടന്നു. മഹോത്സവത്തോടനുബന്ധിച്ച വെള്ളിയാഴ്ച ദീപാരാധനയും സർവൈശ്വര്യ വിളക്കുപൂജയും സോപാന നൃത്തവും, ശനിയാഴ്ച വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം കുട്ടിച്ചാത്തൻ, ഭൈരവൻ, പൊട്ടൻ ദൈവം എന്നീ തെയ്യങ്ങൾ അരങ്ങേറും. അന്നദാനവും നൽകും. തായന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. കൊടിമരം സ്വർണം പൂശുന്നതിനുള്ള സ്വർണ്ണനിധി ഉദ്ഘാടനവും നടന്നു. മാങ്കുളം ഇല്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് തായന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടന്നത്. ക്ഷേത്രത്തിൽ ധ്വജസ്തംഭത്തിന്റെ തൈലനിമഞ്ജന ചടങ്ങ് നടന്നു. ഉപദേവതാ ദേവീക്ഷേത്രത്തിന്റെ ശിലാന്യാസം ഭക്തിയുടെ നിറവിൽ നടന്നു. ആലമ്പാടി പത്മനാഭ പട്ടേരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ധ്വജസ്തംഭ സ്വർണ്ണനിധിയുടെ ഉദ്ഘാടനം ഡോക്ടർ കെ ശ്രീനാഥ് നിർവഹിച്ചു. തുടർന്ന് അന്നദാനവും നൽകി. ഭാഗവത സപ്താഹ യജ്ഞത്തിന് മാങ്കുളമില്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി മാസ്റ്റർ നേതൃത്വമേകി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കാനായി എത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തിന്റെ കടൽ തീരം കേന്ദ്ര സർക്കാർ തീരെഴുതി കൊടുക്കില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. തീരദേശ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കം. ആയുർവേദ വിദ്യാർത്ഥികൾക്ക് ഗൈനക്കോളജി പരിശീലനമില്ല. സർക്കാർ നിലപാടിനെതിരെ ആയുർവേദ ഡോക്ടർമാർ സമരം തുടങ്ങുന്നു. തകർന്ന പ്ലാസ്റ്റിക് കൂരയ്ക്കടിയിൽ ഒരു കുടുംബം. സന്ധ്യയുടെ കുടുംബത്തിന് വീടൊരുക്കാൻ നാട്ടുകാർ കൈകോർക്കുന്നു. കേരള NGO അസോസിയേഷൻ ജില്ലാ വനിതാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പുസ്തകോത്സവം 9 മുതൽ 12 വരെ പാലക്കുന്ന് അംബിക സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മോനാച്ച വികസന വിദ്യാ കേന്ദ്രത്തിൽ വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.